ഹായ് അയാളപ്പോൾ കാന്ത കണ്ടു. സെൽവമണി സെൽവരാജാണ് ഡയറക്ടർ. ദുൽഖർ, റാണ ദഗുബട്ടി ഇവരൊക്കെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഭാഗ്യശ്രീ ബോർസ്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കാരണം ഈ പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ ഫാനായിപ്പോയി. കാരണം ഇതിനു മുന്നേ എനിക്കൊന്ന് കിങ്ഡത്തിൻ്റെ അകത്തായിരുന്നു എന്ന് ഞാൻ കണ്ടത് ഭാഗ്യശ്രീന്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അന്നൊക്കെ ചെറിയ ചെറിയ റോളാണ്, സൈഡ് റോളാണ്. കാരണം ഹീറോയുടെ കൂടെ ചുമ്മാ സൈഡിൽ നിൽക്കുന്ന അങ്ങനത്തെ റോളുകളാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഫുൾ ഫ്ലെജ്ഡ് റോൾ, അത് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ അകത്ത് പുള്ളിക്കാരിയുടെ ആ പെർഫോമൻസ്, അതിന് വേണ്ടിയിട്ട് ഈ പടം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീവാച്ച് ചെയ്യും. കാരണം അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ദുൽഖർ ആസ് യൂഷ്വൽ പുള്ളിയുടെ ആ ഒരു മീറ്റർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നെ മഹാനടി ആയാലും, കാരണം ഒരുപാട് റോള് പുള്ളി സിമിലറായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതേ മീറ്റർ പിടിച്ച് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സമുദ്രക്കനെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ബേസ് പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടും അടുത്ത ഒരു 40s 50s കാലഘട്ടത്തിലുള്ളൊരു മേർഡർ മിസ്റ്ററി, അതിൻ്റെ അതേ രീതിയിലുള്ള അവതരണം. അപ്പം നമുക്ക് കുറേ പേർക്ക് കണ്ടുമടുത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എന്നുള്ള രീതി തോന്നുമായിരിക്കും. പക്ഷേ മൊത്തത്തിൽ പടം നോക്കുന്ന സമയത്ത് കണ്ടൻറ് ഓറിയൻറ്റഡ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, അല്ലെങ്കിൽ ആർട്ട് വർക്ക് ആണെങ്കിലും ശരി, ഇതിൻ്റെ BGM JX ബിജോയാണ് BGM ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റിംഗ് എല്ലാം സൂപ്പർബാണ്. കാരണം 2.25 മണിക്കൂറുണ്ട് പടം. ഈ 2.25 മണിക്കൂർ ഒറ്റ മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം കിടിലം പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ലാഗ് അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇത് ഒരു തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഡെഫിനറ്റ് ആയിട്ട് കാണേണ്ട മൂവിയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണണമെങ്കിൽ OTT ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അതായത് അല്ലെ മോശം പറയുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.